ജന്തർ മന്ദറിലെ CJP സമരത്തിൽ മുങ്ങിപ്പോയ ഒരു വിഷയമുണ്ട്. അതായത് മുങ്ങിപ്പോയ മറ്റൊരു വാർത്തയുണ്ട്. അതായത് രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായി. അതായത് ഈ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ തട്ടിപ്പ്, ഒരു വലിയ വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതായത് 200 കോടി രൂപയോളം വരുന്ന ഒരു തട്ടിപ്പ് നടന്നു. പക്ഷേ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു കേസ് ഈ CJP സമരത്തിനിടയിൽ മുങ്ങിപ്പോയി. അതിനെ നമുക്കങ്ങനെ വെറുതെ അങ്ങ് മുങ്ങിപ്പോയതാണോ അതോ മുക്കിയതാണോ എന്ന് സംശയിക്കേണ്ടേ? നമ്മൾ ആ രീതിയിലും കൂടി ചർച്ച കൊണ്ടുപോയാൽ കുറച്ചുകൂടി ഉചിതമാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഇത് രണ്ടും സംഭവിക്കുന്നത്. ജൂൺ മാസം 6-ന് ഇവരുടെ തുടങ്ങുന്നെങ്കിലും ജൂൺ മാസം 7-നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുന്നത്. അതായത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 200 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ട് 200 കോടി ചെറുതൊന്നുമല്ല. അതായത് ക്ഷേത്രത്തെയും ഹിന്ദുത്വത്തെയും പിന്നെ എല്ലാത്തിനെയും പിന്നെ പൂവിട്ട് പൂജിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠ നടത്തിയ സവിശേഷമായ ഒരു ക്ഷേത്രം, ഏറെക്കാലമായി ഏതൊരു RSSകാരൻ്റെയും സ്വപ്നം എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റ് എന്നൊക്കെ പറയാം. അതായിരുന്നു രാമക്ഷേത്രം. അപ്പോൾ ഈ കാര്യം അയോധ്യ എന്ന് പറയുന്നത് രാമൻ്റെ ജന്മസ്ഥലമാണ്. അപ്പോൾ രാംലല്ലയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ജന്മസ്ഥലമായതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെയുള്ളൊരു വലിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം, വെള്ളി, കാണിക്ക ഇതൊക്കെ ആയിട്ടാണ് 200 കോടിയുടെ ഇതെന്ന് പറഞ്ഞാൽ സ്വത്തുക്കൾ എന്ന് വേണേൽ പറയാം. അതിൽ പിന്നെ വിദേശ നാണ്യമുണ്ട്, വിദേശ നാണയങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തിലെ രസം. ഇന്ത്യൻ റുപ്പി മാത്രമല്ല, പുറത്തു നിന്നുള്ള ആൾക്കാർ കൊണ്ടിടുന്ന പണമടക്കമുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംശയം തോന്നിയതിന് കാരണം വേറൊന്നുമല്ല, കുറച്ചധികം ആൾക്കാർ പെട്ടെന്ന് വളരുന്നു. ഇപ്പം ആകെപ്പാടെ 10,000-15,000 രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത് വസ്തു മേടിക്കാൻ കാശുണ്ട്. 1.5 കോടിയുടെയൊക്കെ വസ്തു മേടിക്കുക, വീടുകൾ, ഫ്ലാറ്റുകൾ, വലിയ ആഡംബര കാറുകൾ വാങ്ങുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞ് ഇപ്പം നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിലും ആൾക്കാർ പറയുന്നത് എന്താ, അവന് വേറെ എന്താ ഇടപാടുണ്ടെന്നേ പറയുള്ളൂ. നമ്മളൊക്കെ ആണെങ്കിൽ പോലും ഒരു കാറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പം എന്തോ വലിയ ഇടപാടുകൾ. അപ്പം സ്വാഭാവികമായും സംശയമുണ്ടായി. രാമക്ഷേത്രത്തിൽ ആകെ 15,000 രൂപയ്ക്ക് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വലിയ കാറ് മേടിക്കുന്നു, വലിയ ഫ്ലാറ്റ്, വസ്തുക്കൾ കോടിക്കണക്കിന് രൂപയ്ക്ക് മേടിക്കുന്നു, സ്വാഭാവികമായി സംശയം ഉണ്ടാകും. ആ സംശയത്തിൻ്റെ പുറത്തായാണ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, എനിക്കൊന്ന് കേരളത്തിൽ നിന്നുള്ള ഒരാളാണ് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അപ്പം ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയപ്പോഴാണ് പലരും ഈ പറയുന്ന ഈ ഒരു സംശയം തോന്നി. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ പലരും ഈ കാണിക്ക എണ്ണും. അവിടെ വരുന്ന കാണിക്ക നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. 200 കോടിയുടെ വെട്ടിപ്പ് മാത്രം നടന്നു എന്ന് പറയുമ്പോൾ എന്തോരം കാണിക്ക അവിടെ വന്നിട്ടുണ്ടാകുന്ന ആലോചിക്കണം. ഇതെല്ലാം കൂടെ ഷൂവിനകത്ത് ഒളിപ്പിക്കുക, പോക്കറ്റിനകത്ത്, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഒളിപ്പിച്ചുകൊണ്ട് മുങ്ങുക എന്നുള്ളതാണ്. അപ്പം ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയാണ് ഇവർ വെട്ടിച്ചത്. അപ്പോൾ അത് സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, വിദേശ നാണയങ്ങളുണ്ട്, ഇന്ത്യൻ കറൻസി ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയത്. ഇവിടെ ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒന്നാമത് ഉത്തർപ്രദേശാണ്, യോഗി ആദിത്യനാഥിൻ്റെ സ്വന്തം സ്ഥലമാണ്. അവിടെ ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചർച്ചയിലേക്ക് വരും. അറിഞ്ഞിട്ടില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, അത് വിശ്വസിക്കാതിരിക്കാൻ യാതൊരു തരവില്ലെന്നേ. കാര്യം ഇത് BJPക്കാർ പിന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയല്ലേ. അതിനകത്ത് കൂടുതലും ഈ പറയുന്ന RSS BJP ബന്ധമുള്ളവർക്കാണ്. അല്ലാതെ അവിടങ്ങളിലുള്ള ഏതെങ്കിലും സമാജ്വാദി പാർട്ടി നേതാവിനെയോ ആരെയും പിടിച്ചിട്ട് അവരാരും ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഇതൊന്നും ആക്കില്ല. അതൊരു RSSൻ്റെ പിന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. RSSൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ആ രാമക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സമരം വന്നപ്പോൾ, അതായത് അപ്പോഴേക്ക് നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. രാമക്ഷേത്രം കൊള്ളയടിച്ചു. ഇവിടെ പിന്നെ നമുക്കറിയാം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ശബരിമല എന്ന് പറയുന്ന നമ്മുടെ ആരാധനാലയത്തെ മുഴുവൻ നശിപ്പിക്കാനും കലാപം നടത്താനും വേണ്ടി തീരുമാനിച്ചവരായിരുന്നു RSSകാരെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം RSSന് ദേശീയ തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ക്ഷീണമുണ്ട്. RSSന് മാത്രമല്ല BJPക്കും അതുണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ ക്ഷീണം. ഇതിനെക്കുറിച്ച് അവർ ആലോചിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അവരെന്ത് കിട്ടും എന്നുള്ളതാണ് അവർ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരുദ്ദേശിച്ചത് CJP സമരത്തെ അവർ പ്രോത്സാഹിപ്പിക്കുക ശരിക്കും ചെയ്തത്. അപ്പോൾ CJPക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ വഴങ്ങാൻ പറ്റിയ എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്ന് വഴങ്ങിയതുപോലെ 25-ാം തീയതി ആണല്ലോ അവരുടെ വഴങ്ങൽ നടക്കുന്നത്. അപ്പം അന്ന് വഴങ്ങിയതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും ഇവർക്ക് വഴങ്ങി കൊടുക്കാമായിരുന്നു. പക്ഷേ BJP ഉദ്ദേശിച്ചാവുന്നതല്ല. BJPയുടെ ലക്ഷ്യം ഈ രാമക്ഷേത്ര വിവാദം തകരണം. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടനാനുസൃതമായിട്ട് എന്തെങ്കിലും വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല.
അത് ആരും എടുത്ത് ചർച്ച അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അതൊരു BJPയുടെ പോരായ്മ എന്നുള്ള തലത്തിൽ ചർച്ച ചെയ്യപ്പെടത്തില്ല. എന്ന് വെച്ചാൽ ഭരണഘടനാ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ മന്ത്രിമാരൊരു തെറ്റ് ചെയ്യുന്നു, ആ മന്ത്രിമാർ ഇനി ഏത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡൻറ്റിറ്റിയെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഐഡൻറ്റിറ്റിയെ ബാധിക്കില്ല. കാരണം എന്താണെന്നറിയോ, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നത് ഈ പറയുന്ന ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടോ അവർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനോ വേണ്ടിയിട്ടോ ഒന്നുമല്ല. അവർ നിലനിൽക്കുന്നത് ഹിന്ദുയിസം എന്ന് പറയുന്ന ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം ഗോമാംസം കൈവശം വെച്ചതിന് ആൾക്കാരെ കൊലപ്പെടുത്തുന്ന പാർട്ടിയാണ് ഈ ഹിന്ദുത്വ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ. മനുഷ്യജീവന് വിലയില്ല, പക്ഷെ പശുവിന്റെ മാംസത്തിന് വിലയുണ്ട്. മനുഷ്യ ജീവനേക്കാൾ വിലയുണ്ട് പശുവിന്റെ മാംസത്തിന്. അപ്പം അതാണ് BJPയുടെ അജണ്ട. അപ്പം അങ്ങനെ അജണ്ടയുമായി പോകുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രത്തിൽ എന്ത് സംഭവിച്ചിരുന്നാലും അത് BJPക്കുണ്ടാകുന്ന ഏറ്റവും വലിയ കോട്ടമായിരിക്കും. ഏറ്റവും വലിയ കോട്ടം എന്ന് വെച്ചാൽ പിന്നെ ഹിന്ദുത്വ നടപ്പിലാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുൻതൂക്കമുള്ള അതിൻ്റെ പിൻപറ്റി നിൽക്കുന്ന RSSനെ പോലെ ഒരു സംഘടനയ്ക്ക് മുൻതൂക്കമുള്ള ഒരു ക്ഷേത്രത്തിൽ 200 കോടിയുടെ അഴിമതി നടന്നു, തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ BJPക്ക് അത് ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം വളരെ വലുതാണ്. ഇനി അതല്ല, നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 കുട്ടികൾ എന്ന് വേണേൽ പറയാം, 100 കുട്ടികൾ ഇവിടെ ആത്മഹത്യ ചെയ്താലും അത് BJPയുടെ രോമത്തെ തൊടാൻ പറ്റില്ല. കാര്യം BJPക്ക് അതല്ല ലക്ഷ്യം. ഇവിടെ നീറ്റ് പരീക്ഷ ക്രമക്കേട് നടന്നോ, പോയി പണി നോക്കാൻ പറ. ആരോഗ്യ മേഖല തകർന്നോ, പോയി പണി നോക്കാൻ പറ. ആഭ്യന്തര കലാപം, ഇപ്പം പിന്നെ നമുക്കറിയാം മണിപ്പൂർ കലാപം ഇവിടെ ഉണ്ടായി. മണിപ്പൂരിലെ കുക്കിയും മെയ്തിയും തമ്മിൽ സംഘർഷം കാലങ്ങളായി തുടങ്ങി. 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. എപ്പോഴെങ്കിലും നരേന്ദ്രമോദി അവിടെ വരെ പോയിട്ട് എന്തായി പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതൊന്നും അവരുടെ അങ്ങനെ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ഇവരെ ബാധിക്കുന്ന വിഷയമേ അല്ല. അവരെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് അവരുടെ അജണ്ടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നത് അവർ വല്ലാതെ വ്യാകുലപ്പെടും. അങ്ങനെ സംഭവിച്ചതാണ് ഈ രാമക്ഷേത്രത്തിലെ പണം തട്ടിപ്പ്. ഈ പണം തട്ടിപ്പ് മറയായി വന്നതിന് കാരണം, അല്ലെ ഈ പണം തട്ടിപ്പ് അങ്ങ് ഒളിവിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം CJP സമരം സ്ട്രോങ് ആയി. ഇനിയിപ്പോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, അതായത് മീഡിയാസ് എല്ലാം ഇതിന്റെ പുറകെ പോയി, മീഡിയ പോയി, പ്രതിപക്ഷം പോയി. നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രതിപക്ഷത്തിന് പിന്നെ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, എല്ലാവരുടെ അഖിലേഷ് യാദവ് അടക്കമുള്ളവർ ഈ സമരമുഖത്തുണ്ടായിരുന്നു. അവരതങ്ങ് വിട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ അവർ വിട്ടുപോയത് എവിടെയാണ്? അവർ വിട്ടുപോയത് പിന്നെ ഈ പറയുന്ന രാമക്ഷേത്ര വിവാദം വിട്ടുപോയി. അവിടെ അത് അവർക്ക് വേണ്ടാതായി. ഇനിയിപ്പോൾ രാമക്ഷേത്രം കത്തിക്കാൻ പറ്റുമോ? അത് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന അവസ്ഥയായി. കാര്യം ഇത് രണ്ടും ഏകദേശം സെയിം ഫ്രീക്വൻസിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് 6-നാണെങ്കിൽ ഒന്ന് 7-ന് വിവാദം ഉണ്ടാകുന്നു. 7-ന് വിവാദം ഉണ്ടാകുമ്പോഴേക്ക് CJPക്കാർ സമരം ആരംഭിച്ച് കഴിഞ്ഞിരുന്നു. പിന്നീട് ഇത് മുന്നോട്ട് പോകും തോറും CJP സമരം കൂടുതൽ സ്ട്രോങ് ആയി വരുന്നു. മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം ആരുടെ പിന്നാലെ പോയി? CJPയുടെ പിന്നാലെ പോയി. കാരണം എന്താ? അതൊരു പുതിയ പ്രൊട്ടസ്റ്റ് ആണ്, ഒരു പുതിയ തരം മൂവ്മെന്റ് ആണ് ആ നടന്നത്. സോ എല്ലാവരുടെയും കണ്ണ് അതിന്റെ പിന്നാലെയായി. ആരും രാമക്ഷേത്രത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇടയ്ക്ക് BJPക്കാരിൽ ചിലരൊക്കെ പറഞ്ഞല്ലോ അവർക്ക് ഫണ്ട് ചെയ്യുന്നത് പിന്നെ വിദേശ ഫണ്ടിങ് ഉണ്ട്. ഇവിടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ CJPക്കാരുടെ മേലെ അവർ പുറത്തുനിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഡൗട്ടില്ല. BJPയിലെ ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ അഡമൻ്റായിട്ട് തള്ളിക്കളഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ ഏതോ ബാക്കിംഗ് ഇവിടെ ഇവർക്കുണ്ട്, ഒന്നുകിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഈ BJPയുടെ തന്നെ ഏതെങ്കിലും ഒരു പ്രവർത്തകർ ഇതിനെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരെ ബാക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന CJPക്കാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആരോ ഇപ്പം നമുക്കറിയാം. ഇപ്പം നമ്മൾ ഏറെ സംശയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, BJPക്കാർ പറയുന്ന ഏതോ മുസ്ലിം സംഘടനകളോ ഏതോ പിന്നെ മുസ്ലിംസോ ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പലരും ഇതിനെ ജമാഅത്ത് പാർട്ടി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ ഈ പറയുന്ന CJP പോലെയുള്ള ഒരു മൂവ്മെൻറ്റിന്, കുട്ടികളുടെ മൂവ്മെൻറ്റിന് കഴിഞ്ഞ ദിവസം ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ച് പാർട്ടി നടത്താൻ കഴിഞ്ഞു? അതൊരു വലിയ സംശയമാണ്. അപ്പോൾ അത്രയും വലിയ ഒരു പാർട്ടി ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്താൻ അവർക്ക് പിന്നെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ഫണ്ടാണ്. അത് പുറത്തുനിന്നുള്ള ഫണ്ട് ആകാനുള്ള സാധ്യതയില്ല. അതല്ലെങ്കിൽ ഇവരെ മറ്റേതോ ഒരു വലിയ ടീം ബാക്കപ്പ് ചെയ്യുന്നുണ്ട്, അവരെ നന്നായി പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ്, എന്താണ്, ഇതൊക്കെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി മാറേണ്ട കാര്യമാണ്. CJP എന്ന് പറയുന്ന ഒന്ന്
ഇനി ഇവരുമായി ചേർന്ന് പൊരുത്തപ്പെട്ടോ അല്ലെങ്കിൽ CJP അറിഞ്ഞോ അറിയാതെയോ, ഞാൻ CJPക്ക് അറിവോടുകൂടി CJP രാമക്ഷേത്ര വിവാദത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നില്ല. പകരം ഇവരറിഞ്ഞോ അറിയാതെയോ ഏതോ ഒരു കക്ഷി ഭാഗമായോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടും അവർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടതും ഏറ്റവും ശ്രദ്ധാലുക്കളാവേണ്ട വിഷയം ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം ഒരു ക്ഷേത്രം അവരെ ഏൽപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള രാമക്ഷേത്രത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഇപ്പോഴും പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം BJP. കാര്യം എന്താ, വേറെ ഈ രാജ്യത്തെ ഒരു ക്ഷേത്രത്തിലും നരേന്ദ്രമോദി പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. നരേന്ദ്രമോദി പൂനൂല് വിട്ട് പിന്നെ പൂജാരിയായി പരികർമ്മിയായി വേറെ ഒരു ക്ഷേത്രത്തിലും പൂജ നടത്തിയിട്ടില്ല, ഒരു ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. സോ ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരും സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര താരങ്ങളും പങ്കെടുത്ത മെഗാ ഇവന്റ് ആയിരുന്നു അത്, അല്ലെ? അത്രയും പ്രാധാന്യം ഒന്നും ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തിന്, ഇൻ കേസ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നു എന്ന് പറയുന്നത് തിരുപ്പതി ക്ഷേത്രത്തിന് പോലും അത്ര പ്രാധാന്യം ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ BJPക്ക് കഴിയുന്നില്ല എങ്കിൽ അത് BJPയുടെ വമ്പം പരാജയമാണ്. ആ പരാജയത്തെ മറച്ചു വെക്കാനായി എന്തൊക്കെയോ ചില കള്ളക്കളികൾ എവിടെയൊക്കെയോ BJP നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യമായിരുന്നു എന്താ, രാമക്ഷേത്രം എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് എന്ത് ചെയ്തു? ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം എന്താ, ഈ രാമക്ഷേത്ര വിവാദത്തെ അവർ കത്തിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ, ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, രാമക്ഷേത്ര വിവാദം ഹിന്ദുത്വയാണ്. ആ ഹിന്ദുത്വയിലേക്ക് ഇവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ഈ പറയുന്ന കോൺഗ്രസിന്. അപ്പോൾ ഉത്തരേന്ത്യയിൽ കിടക്കുന്ന ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടുകൾ ഇവരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് കോൺഗ്രസും വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാമക്ഷേത്രം ഏറ്റെടുക്കുകയായിരുന്നു. ഇവർക്ക് അബദ്ധം പറ്റിപ്പോയതാണ് ശരിക്കും. കോൺഗ്രസിനും അബദ്ധം പറ്റി. ഈ CJP സമരത്തിനെ അവർ അനുകൂലിച്ച് രംഗത്തിറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ, അല്ല വലിയ കാര്യമായ ചലനങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് എവിടെയൊക്കെയോ ചില എലമെൻറ്റുകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയോ ചെറിയ പ്രതിസന്ധികളിലെ പ്രശ്നങ്ങളുണ്ട്. ആരാണ് ഇവർക്ക് 5 സ്റ്റാർ ഒരു സെറ്റപ്പ് ഒരുക്കി കൊടുത്തത് എന്നുള്ള കാര്യം അറിയണം. ഇതിൽ മുങ്ങിപ്പോയ രാമക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് പോയ 200 കോടിയുടെ യഥാർത്ഥ കണക്ക് പൊതുജനം അറിയേണ്ടതുണ്ട്.